ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അപൂർവമായിട്ട് നമ്മൾ കാണുന്ന ഒരു ചെടിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ എല്ലാ ഇടങ്ങളിലും ഇതങ്ങനെ കാണുന്നില്ല. പ്രധാനമായിട്ടും ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ചെടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചെടി ഏതാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ പറഞ്ഞ ആ ചെടി നിൽക്കുന്ന ഇതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. അപ്പം ഞങ്ങളങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ കേട്ടോ. കാണാൻ എന്ത് ഭംഗിയാണല്ലോ, അപൂർവമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് നമ്മൾ മീനുകുട്ടിയെ കൊണ്ട് പാർക്കിൽ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മളിത് കണ്ടത്. പക്ഷേ ഇത് നല്ല രീതിയിലല്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും കെയർ ചെയ്തെല്ലാം തോന്നുന്നു ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഓക്കെ. കുറഞ്ഞ പരിചരണം കൊണ്ട് നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ ഒരു കാട്ടു ഭംഗി നിലനിർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടി. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? പേര് ഞങ്ങൾ പറഞ്ഞുതരാമേ. ഈ ചെടിയുടെ പേരാണ് ലെമൺ ബട്ടൺ ഫേൺ കേട്ടോ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഡഫി എന്നാണ്. സാധാരണ രീതിയിൽ ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് വളരെ പ്രധാനമായി നിൽക്കുന്നത്. നമുക്ക് ഗാർഡനിലൊക്കെ വളരെ നല്ല രീതിയിൽ ഒരു മികച്ച ഒരു വേറൊരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ച് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ചെടിയാണിത്. പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ ഇതിനെ നട്ട് വളർത്താനും ഒരുപാട് ഈർപ്പോ അങ്ങനെയുള്ള ഒന്നും വേണ്ട, ചെറിയ ഈർപ്പമൊക്കെ മതി. പിന്നെ ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഈ ലെമൺ ബട്ടൺ ഫേം എന്ന പേര് വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇലകളുണ്ടല്ലോ, നിങ്ങൾ ഈ തണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ഇലകൾ ഇളക്കിയെടുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ കയ്യിൽ വെച്ച് നല്ല ഒന്ന് ഞെരടിയെടുക്കുക. ഞെരടിയെടുത്തതിന് ശേഷം അതൊന്ന് മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ അത് ആ ലെമൺ നമ്മൾ നാരങ്ങയുടെ ആ ഒരു മണം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ചെടിക്ക് ലെമൺ ബട്ടൺ ഫേം എന്ന് പേര് വന്നത്. എടാ, നമ്മൾ കാട്ടിലെ കീരിപ്പന്നായിട്ട് ബന്ധമുണ്ടോ ഇതിന്? ആ ഒരു മണം ഉണ്ടോ ഇന്ന്? നിങ്ങളെ തണ്ട് മുറിച്ചതാ. എനിക്കറിയാം, കാണാൻ ഞാൻ കരിയപ്പിലായിട്ട് പണ്ട് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള കീരിപ്പന്നയാണ്. ബന്ധമുണ്ട്, പക്ഷെ ഇത് ചെടിയാണ്. എൻ്റെ തണ്ടൊക്കെ അതുപോലെ ഇരിക്കുന്നു. ഞാൻ തണ്ട് പറിച്ചാൽ അവരെ നോക്കിച്ചു. ആ കീരിപ്പന്നയുടെ മണം ആ തണ്ടെടുത്തു. ഇവിടെ ഒരു പുല്ല് ഇപ്പോൾ വളം നടക്കുന്നത്. ഈ ചെടിയുടെ പ്രധാന ആകർഷണം എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് കേട്ടോ. ഒരു നീണ്ട തണ്ടിൽ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഇലകൾ ഒരു വൃത്താകൃതിയിലുള്ള ഇലകൾ നമ്മൾ അടുക്കി വച്ചിരിക്കുന്നത് കണക്കാണ് നിങ്ങൾ ഈ ചെടിയുടെ ആ ഒരു രൂപഭംഗി. പിന്നെ സാധാരണ രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞ് ഗാർഡനിലൊക്കെ ഒരു കുളമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കല്ലൊക്കെ ഇട്ടതിന് ശേഷം അതിനൊക്കെ അലങ്കരിക്കാൻ, നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ ഈ ചെടി നല്ലതാണ് കേട്ടോ. അതെ. പിന്നെ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാം, ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിലും ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇതിന് ഓവറായിട്ട് വെയിലടിക്കാൻ പാടില്ല. ഓവറായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓവറായിട്ട് വെയിലടിച്ചത് കൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇതിന് ഓവറായിട്ട് വെയിലടിക്കാൻ പാടില്ല. ഇതിന് ഒരു ബ്രൈറ്റ് ലൈറ്റ്, ചെറിയ രീതിയിലുള്ള വെട്ടത്തിൻ്റെ ആവശ്യം മാത്രമേ ഈ ചെടിക്ക് ഉള്ളൂ. പിന്നെ നേരിയ ഈർപ്പം മാത്രമാണ് ഇതിൻ്റെ മൂട്ടിലുണ്ടായിരിക്കേണ്ടത്. അതും കമ്പോസ്റ്റ് വളം എന്ന് പറയുന്നത് നമ്മൾ ഈർപ്പം വലിഞ്ഞു പോകാവുന്ന രീതിയിലുള്ള കമ്പോസ്റ്റ് വളം മാത്രമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഹാക്കിംഗ് ബോട്ടിലുകളിൽ നമുക്ക് വീട്ടിനകത്ത് ഇത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. പുറത്ത് നടുകയാണെങ്കിലും വെയിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ വേണം നട്ടെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ ഫേം ചെടികളെ അപേക്ഷിച്ച് ഇത് അധികം ഉയരത്തിൽ വളരാറില്ല. ഒരടി 2 അടി മാക്സിമം 2 അടി പൊക്കത്തിലൊക്കെ മാത്രമേ ഇത് വളരാറുള്ളൂ. ഇതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു പൊക്കം വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പണ്ടത്തെ നമ്മളെ നാട്ടിൻപുറത്താണ് കീരിപ്പന്നയുടെ ഒരു ഇതില്ലേ, ഇല്ലേട്ടാ കീരിപ്പന്നയുടെ ഒരു ഇത്. ഇത് ചില ഇതളുകൾ ഇങ്ങനെ വരും കേട്ടോ. അവർ നമ്മളെ അടിച്ചു വേണ്ട. ഇതിൽ നിന്ന് തന്നെ ഉണ്ടോ ഒരു ശിഖിരം പോലെ, നമ്മളെ മരത്തിൻ്റെയൊക്കെ ശാഖ പോലെ ഉണ്ടാ പോയിരിക്കുന്നത്. ഇങ്ങനെയും വരും കേട്ടോ.
കൂറൊക്കെ ഇങ്ങനെ കാണുന്നത്. കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അതെ, നമ്മളെ ഈ ചെടി വീഡിയോസ് എടുത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങളും കൂടെ ഈ ചെടിയുടെ ഡീറ്റെയിൽസ് പഠിക്കുകയാണ് കേട്ടോ. ആ പഠിക്കുന്ന കാര്യമാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഈ ഒരു ചെടിയെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചേട്ടോ. കാരണം പഠിക്കാൻ സമയത്ത് നിങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ, അതെ, ഞങ്ങളിലൂടെ നിങ്ങളിൽ അത് എത്തിക്കാനും സാധിച്ചേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ ഐറ്റം ചെടികൾ ഞങ്ങളും പഠിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ വീട്ടിൽ ഈ ചെടി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി ചെടികളും നാടൻ ചെടികളും ആയുർവേദ ചെടികളും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.